വെൽക്കം ബാക്ക് ടു ദ ചിസ് വർക്ക് അഗെയിൻ. അപ്പോൾ നമ്മൾ ഇന്ന് നേരത്തെ പഠിച്ചത് ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ്, വവൽസ് ആൻഡ് സൗണ്ട്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മാത്സിലെ അഡീഷൻ്റെ ടേബിളാണ്. അപ്പോൾ നമുക്കിന്ന് തുടങ്ങിയാലോ. അപ്പോൾ 1 + 1 = അപ്പോൾ നമുക്ക് 10 ഫിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കൂ, നമ്മളപ്പോൾ ഞാൻ ഈ കയ്യിൽ 1 എടുത്തു, ഈ കയ്യിൽ 1 എടുത്തു. 1 + 1 2. അപ്പോൾ ആൻസർ വന്നിട്ട് 2 ആണ്. 2 + 2 = അപ്പോൾ എനിക്ക് 2 ഹാൻഡ്സ് ഉണ്ട്. ഞാൻ അതിനകത്ത് 2 എടുത്തു. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും? 1 2 3 4 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് 3 നോക്കാം. 3 + 3 = ഞാൻ എൻ്റെ 3 ഫിംഗേഴ്സ് എടുത്തിട്ടുണ്ട്. 3 + 3 എത്ര? 6. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 6 ആണ്. ഓക്കെ, 4 + 4 = ഇപ്പം ഞാൻ 4 എടുത്തിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും ആൻസർ? 1 2 3 4 5 6 7 8 ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 5 + 5 = എത്രയാ? എത്രയായിരിക്കും? നമുക്ക് 5 ഹാൻഡ്സ് ആണ്, 5 ഫിംഗേഴ്സ് ആണ് ഈ ഹാൻഡിലുള്ള, 5 ഫിംഗേഴ്സ് ആണ് ഈ ഹാൻഡിലുള്ള. 5 + 5 10. അപ്പോൾ നമുക്ക് 10 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇപ്പം ഞാൻ 5 വരെയാണ് ഈ ടേബിൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് 10 വരെ നമ്പേഴ്സ് എല്ലാം അറിയാമെന്ന്. നമുക്കതുപോലെ 1 to 20 വരെ നമ്പേഴ്സ് പഠിക്കാം. 1 2 3 4 5 6 7 8 9 10. ഇതിന് മുന്നേ നമുക്കൊരു 0 ഉണ്ട്. 0 നമ്മൾ ഒന്നിൻ്റെ ഒപ്പം എഴുതാറില്ല, എന്നാലും 0 ഉണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. നമുക്ക് 10 1 ഡിജിറ്റ് നമ്പർ ആയിരിക്കും വരിക. 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. 10 കഴിഞ്ഞാൽ 11 12 13 14 15 16 17 18 19 20. അപ്പോൾ നോക്കൂ, നമ്മളപ്പോൾ ഇവിടെ 20 വരെയുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കിയാൽ ആൻസേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ സിമ്പിളാകാമെന്ന്. ഓക്കെ, അപ്പോൾ ഞാനവിടെ ഇന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ആണല്ലോ, 6 ആണ്. അപ്പോൾ 6 + 6 = എത്രയായിരിക്കും? 6 + 6. അതിന് നമുക്കൊരു സിമ്പിൾ ട്രിക്കുണ്ട്. 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 8 9 10 11 12. ഏതാണ് ആൻസർ? 12 ആണ് ആൻസർ. 7 + 7 = simple 14. നമുക്ക് 14 എന്നാണ് ആൻസർ. 14. അതെങ്ങനെയാണെന്നല്ലേ? അപ്പം ഞാൻ 7 + 7 എന്ന് വെച്ചാൽ 7 കഴിഞ്ഞാൽ 8 9 10 11 12 13 14. അപ്പം എൻ്റെ കയ്യിൽ 7 ഫിംഗേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ആൻസർ വന്നിട്ട് 14 ആണ്. 14 ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. 8 + 8 = 8 + 8 എത്രയായിരിക്കും? 8 കഴിഞ്ഞാൽ 9 10 11 12
13, 14, 15, 16, 17 വരെ പോകണോ? വേണ്ട. അപ്പം ഞാനപ്പോൾ 9 ഫിംഗേഴ്സ് എടുത്തു. അപ്പോൾ നമ്മൾ 17 ഇങ്ങനെ മടിക്കാൻ 16 ആണ് ആൻസർ. നമ്മൾ 16 വരെ എത്തി. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കൂടി നോക്കാം. 9 + 9 എത്രയായിരിക്കും? ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ട്രിക്കാണ്. മീൻസ് നമ്മൾ ഇതിലെല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ 8 + 8 എത്ര? 16. അപ്പോൾ 9 + 9 എത്രയായിരിക്കും? 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ 17, 18. സിമ്പിൾ. 18 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് 10 + 10 അത് നമുക്ക് ഭയങ്കര സിമ്പിളാണ്. 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ 19, 20 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചൊല്ലിയാലോ? ഒരു സോങ് ഉണ്ട്. 1 + 1 2, 2 + 2 2. നമുക്കൊന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. 1 + 1 2, 2 + 2 4, 3 + 3 6, 4 + 4 8, 5 + 5 10, 6 + 6 12, 7 + 7 14, 8 + 8 16, 9 + 9 18, 10 + 10 20. അപ്പം നമ്മൾ അഡീഷൻ്റെ ടേബിളാണ് പഠിച്ചത്. ഇതിപ്പോൾ ഞാൻ അഡീഷൻ്റെ 2ൻ്റെ ടേബിളാണ് പഠിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് 1ൻ്റെ ടേബിൾ ഒന്ന് പഠിക്കാം. 1ൻ്റെ ടേബിൾ ഭയങ്കര സിമ്പിളാണ്. 1ൻ്റെ ടേബിൾ എന്ന് വെച്ചാൽ 1 + 2 1 അങ്ങനെ പോകുന്നതാണ്. നമുക്കൊന്ന് അത് നോക്കിയാലോ? ഇതിപ്പോൾ ഈ 2 ആണ് നമുക്ക് എല്ലാത്തിൻ്റെ ബേസിക് വരുന്നത്. നമുക്കൊന്ന് 1 നോക്കാവേ. നമ്മളിവിടെ 20 വരെ പഠിച്ചു അല്ലേ? ഇനി അപ്പോൾ നമുക്ക് നോക്കാം. 1 + 1 = 2. 1 + 2 = 3. 1 + 3 = 4. 1 + 4 = 5. ഇവിടെ എന്തോ ഒരു വ്യത്യാസമുണ്ട്. മീൻസ് 1 2 3 4 ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഇവിടെ 2 3 4 5. നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കാം ആ മിസ്റ്റേക്ക്. ഇനി അപ്പോൾ 1 + 5 = 6. 1 + 6 = 7. 1 + 7 = 8. 1 + 8 = 9. 1 + 9 = 10. 1 + 10 = 1 + 10 = 11. ഇനി അപ്പോൾ ഇതിനകത്ത് എന്താ മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാം. 1 + 0 = 1. നമുക്കൊന്ന് നോക്കാം. 1 + 0 1, 1 + 1 2, 1 + 2 3, 1 + 3 4, 1 + 4 5, 1 + 5 6, 1 + 6 7, 1 + 7 8, 1 + 8 9, 1 + 9 = 10. 1 + 10 = 11. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് ഇരുത്താം. ടാറ്റാ ബൈ ബൈ. സീ